ഹായ് ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. കടമുള്ള വ്യക്തികൾ ചെയ്യാൻ പാടില്ലാത്ത രണ്ട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഞാനിവിടെ സംസാരിക്കാം. ഒന്ന്, നമ്മളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ബിസിനസ്സോ എന്ത് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മളിലേക്ക് കടം വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ പരമാവധി അറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും കടമില്ലാത്ത ഒരു വ്യക്തിയെ പോലെ തന്നെയാണ് ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു, അല്ലെങ്കിൽ നല്ല ഹോട്ടലുകളിൽ കയറുന്നു, അത്യാവശ്യം വണ്ടികളൊക്കെ മാറ്റുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? വീണ്ടും അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കടം വാങ്ങിക്കൊണ്ടേയിരിക്കേണ്ടി വരും. ഇത് ഒരു വലിയ പ്രശ്നമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യമാണ്, സാമ്പത്തികമായി നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമൊക്കെ ഈ ഒരു പ്രശ്നത്തിലൊന്ന് ഇടപെട്ടുകൊണ്ട് അതൊന്ന് സോൾവ് ചെയ്യാൻ പല രീതിയിലുള്ള അഭ്യർത്ഥനകൾ നടത്തിക്കൊണ്ടേയിരിക്കും. സ്വാഭാവികമായും സംഭവിക്കുന്നത്, നമ്മളറിയാതെ നമ്മൾ കാണാതെ അവർ പരസ്പരം നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പിടിപ്പ് കേട് കൊണ്ടാണ് അയാൾക്ക് കടം വന്നത്. ഇനി അവന് നമ്മളെന്തെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ തിരിച്ചു തരാനുള്ള ശേഷി അവനില്ല. നമ്മുടെ മുഖത്ത് നോക്കി പറയില്ലെങ്കിൽ പോലും നമുക്ക് ചുറ്റും ഇങ്ങനെയുള്ള മുറുമുറുപ്പലുകൾ കൂടിക്കൊണ്ടുവരും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് അയാൾക്ക് കടം വന്നത് എന്ന് വളരെ ശാന്തമായി സ്വസ്ഥമായി ഒന്ന് ചിന്തിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നമുക്ക് കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആദ്യത്തെ ഒരു മാർഗം എന്ന് പറയുന്നത്. അത് ചെയ്യാതെ വീണ്ടും വീണ്ടും നമ്മൾ രക്ഷപ്പെടും എന്നുള്ള ആ ഒരു വിശ്വാസം, ഒരു മിഥ്യാവിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ തന്നെ അതെന്തുമായിക്കൊള്ളട്ടെ വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ 100% നമുക്കൊരിക്കലും കടത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയില്ല. കാരണം ഏതൊരു ബിസിനസ്സും നമ്മൾ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പൂർണ്ണമായി പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഏകദേശം ഒരു 75% നമ്മൾ കടത്തിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ചെറിയ രീതിയിൽ അതിനെക്കുറിച്ചുള്ള ഒരു തോന്നൽ തന്നെ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ഏത് ബിസിനസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എവിടെയാണ് തകരാറ് സംഭവിക്കുന്നത് എന്ന് എല്ലാ ദിവസവും കൃത്യമായി അനലൈസ് ചെയ്യാൻ നമുക്ക് കഴിയണം. സാധാരണ ഒരു ആക്റ്റീവ് ഇൻകത്തിൽ ഫോക്കസ് ചെയ്യുന്നൊരു വ്യക്തിയെ പോലെ ഉള്ള ആളല്ല ഒരു ബിസിനസ്സുകാരൻ. ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അയാൾ 24 മണിക്കൂറും അയാളുടെ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ അയാൾക്ക് കൃത്യമായ ഐഡിയകൾ ലഭിക്കുകയും അത് ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട ആളുകളോട് ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയ അറിവുകൾ ലഭിക്കുകയും ചെയ്യും. ഇവിടെ പണമെന്ന് പറയുന്ന ആ ഒരു വാല്യൂ, അതിന് ഏതെങ്കിലും ഒരു ജാതിയെയോ ഒരു മതത്തെയോ ഒരു പേരിനെയോ അങ്ങനെ പ്രത്യേകിച്ചൊരു കമ്മിറ്റ്മെൻ്റൊന്നും ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ആരുടെ കയ്യിലേക്കാണോ വരേണ്ടത് അത് കൃത്യമായി വരും. അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, പണം നമ്മളിലേക്ക് വരാനുള്ള ആ ഒരു സോഴ്സ്, ഇൻകം സോഴ്സ് തുറന്നു കൊടുക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. കഴിവില്ലാത്തത് കൊണ്ടല്ല, നമ്മളതിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്. അതിനൊരു പരിധിവരെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു കാരണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഒരു കാരണം മാത്രമാണ് ഞാൻ പറയുന്നത്. നമുക്കൊരിക്കലും നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പണത്തിനെക്കുറിച്ചോ എങ്ങനെയാണ് പണം പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചോ പണം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നതിനെക്കുറിച്ചോ ഒന്നും നമുക്ക് വ്യക്തമായൊരു ധാരണ പൊതുവേ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിക്ക് കിട്ടണമെന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് പഠിക്കാൻ നമുക്ക് ചുറ്റും ഒരുപാട് കഥകളും ഒരുപാട് വിജയങ്ങളും ഒരുപാട് പരാജയങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകും.
ഞാനൊരു കടത്തിൻ്റെ ഒരു വലിയ ഒരു ദുരന്തമുഖം നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു ഫീൽഡ് വർക്കിന് പോയ സമയത്ത് നമ്മളൊരു വ്യക്തിയുടെ വീട് സന്ദർശിക്കേണ്ടി വന്നു. അവിചാരിതമായിട്ടാണ്. അന്നത്തെ ഒരു ദിവസം എന്നെ സംബന്ധിച്ച് ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മറക്കാൻ കഴിയില്ല. ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹം ഒരു ബിസിനസ് ചെയ്തിട്ടാണ് തകർന്നത്. ഒരു ബേക്കറി ബിസിനസ്സാണ് അദ്ദേഹം നടത്തിയത്. ചെയ്യാനറിയാത്ത ഒരു ബിസിനസ്സിലേക്ക് അദ്ദേഹം ഇറങ്ങി. അദ്ദേഹത്തിന് നഷ്ടം സംഭവിക്കുന്നത് തിരിച്ചറിയാൻ കഴിയാതെ വീണ്ടും 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 കടം വാങ്ങി ബിസിനസ്സിലേക്ക് ഇൻപുട്ട് ചെയ്തുകൊണ്ടിരുന്നു. അവസാനം അദ്ദേഹം ഒരു വലിയ ദുരന്തത്തിലേക്ക് പോവുകയും അദ്ദേഹത്തിൻ്റെ വീട് ജപ്തി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ലൈഫും ഒരു ട്രാജഡി ആയിരുന്നു. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. 2 മതവിഭാഗങ്ങൾ തമ്മിൽ ഉള്ള, അതുകൊണ്ട് തന്നെ 2 ഫാമിലികളും അകന്നു. പക്ഷേ ഭാര്യയും ഒരു കുഞ്ഞുമായി വളരെ സന്തോഷത്തോടെ ജീവിച്ച ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ബിസിനസ്സിലെ പരാജയം അയാളെ അമ്പാടി തകർത്തു. ഞങ്ങൾ ആ വീട് സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുഖവും അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ മുഖവും അന്നത്തെ രാത്രി എന്നെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. നമ്മുടെ ഫീൽഡ് വർക്കുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പല പല കഥകൾ നമ്മൾ നേരിട്ട് കേൾക്കുകയും പലപ്പോഴും പരാജയങ്ങൾ സമ്മതിക്കാൻ കഴിയാതെ വിമിഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളെയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഞാൻ പറയുന്നത് യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് കടമുണ്ട് എന്ന് നമ്മൾ ആദ്യം അംഗീകരിക്കുക. എന്തുകൊണ്ടാണ് നമുക്ക് കടം വന്നത്? ആ പ്രോസസ്സിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനാകുമോ? ഒന്ന് ശാന്തമായിട്ട് ഒന്ന് ആലോചിക്കുക. അതിനുശേഷം മറ്റൊരു മേഖലയെക്കുറിച്ച് നമ്മൾ വ്യക്തമായി ചിന്തിക്കുക. അന്നു മുതൽ ആരംഭിക്കുക. എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തതും അതുതന്നെയാണ്. 47 വർഷക്കാലം ജീവിതത്തിൻ്റെ ദശാസന്ധികളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ കഴിഞ്ഞ 2 വർഷം പേൾവെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു ഫിനാൻഷ്യൽ പ്രോഗ്രാമിലൂടെ വളരെ കൃത്യമായി പഠിച്ച് അതിനുവേണ്ടി 24 മണിക്കൂറും പ്രവർത്തിച്ച് ഇന്ന് ഞാൻ എൻ്റെ കടത്തെ എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത് എന്ന് കൃത്യമായി പഠിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ എനിക്കും എന്ത് സംഭവിക്കുമായിരുന്നു? ഇങ്ങനെ ചിന്തിക്കാതെ വീണ്ടും വീണ്ടും കടങ്ങൾ വാങ്ങി കൂട്ടി മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ ഒരിക്കലും ശാശ്വതമായൊരു പരിഹാരം അതല്ല എന്നുള്ളത് ജീവിതാനുഭവം എന്നെ പഠിപ്പിച്ചത് കൊണ്ടാണ് പേൾവെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിനെക്കുറിച്ച് എത്ര തന്നെ വിമർശനങ്ങൾ കേട്ടാൽ പോലും ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ ഒരു അവസരം കയ്യിൽ കിട്ടിയ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി പഠിക്കുക. കാരണം വളരെ സുതാര്യമായി വളരെ ലളിതമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു പ്രോഗ്രാമാണ് പേൾവെയിൻ ഇൻ്റർനാഷണൽ. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ലോകം വലിയ മാറ്റങ്ങളിലേക്ക് പോകുന്ന സമയത്ത് പണത്തിനും അതിൻ്റേതായ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത് 100% ശരിയായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുക. നമുക്ക് ചുറ്റുമുള്ള മാധ്യമങ്ങൾ അവരുടേതായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ നമുക്ക് പറയുന്നത് കേൾക്കാം. അതൊക്കെ അവരുടെ റീച്ചിന് വേണ്ടിയുള്ളതാണെന്നും കൃത്യമായി നമുക്ക് പഠിക്കാൻ സാധ്യതയുള്ള മേഖലയാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ മുന്നിട്ടിറങ്ങുക. നമുക്കിവിടെ റെഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കാനുള്ളൊരു അവസരമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ചെറിയ തുകയാണെങ്കിൽ പോലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കോമ്പൗണ്ടിങ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ വളരാനുള്ളൊരു സാഹചര്യം പേൾവെയിൻ ഇൻ്റർനാഷണൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ ഒരു ഫിനാൻഷ്യൽ പ്രോഗ്രാം ചെയ്യാൻ ആരംഭിച്ചത് മുതൽ ഒരു സാധാരണക്കാരൻ മുതൽ ഒരു ഗവൺമെൻറ് എംപ്ലോയി മുതൽ അവരനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾ എന്താണ് എന്നുള്ളത് എല്ലാം കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. 1-2 വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ജോലി ചെയ്യുന്നത് കടം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളത് ഒരു ശരിയായ ഒരു കാര്യമായിട്ട് കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെയല്ല എന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഏകദേശം 90% ആളുകളും അവർക്കൊരിക്കലും തീർക്കാൻ കഴിയാത്ത
ഒരു കടബാധ്യതയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് എന്ന് അവർക്ക് തന്നെ അറിയാം. പക്ഷേ എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ ദുരഭിമാനം അവരെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഇവിടെ നിങ്ങൾക്ക് ഒരു 18,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഷെയർ ഹോൾഡർ ആയിക്കൊണ്ട് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഈ ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു 6 മാസം കൃത്യമായി നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും എത്ര വലിയ കടത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയുമെന്നുള്ളത് 100% ഉറപ്പാണ്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പല വീഡിയോകളും കാണാൻ കഴിയും, അല്ലെങ്കിൽ ഇതിലെ കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാം. അതിനുശേഷം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആരാണ് അയച്ചു തരുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിനെക്കുറിച്ച് ഒരു പുതിയ സാമ്പത്തിക ആശയത്തിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി നിലവിലുള്ള നിങ്ങളുടെ ബാധ്യതയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.